ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കുമ്പളങ്ങാട് ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ മുഴുവൻ RSS പ്രവർത്തകർക്കും ജീവപര്യന്തം ശിക്ഷ. പ്രതികളിൽ ഓരോരുത്തരും 1,44,000 രൂപ പിഴയുമടയ്ക്കണം. തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 9 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. 6ാം പ്രതി രവി വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. 2010 മെയ് 16-നാണ് കേസിനാസ്പദമായ സംഭവം. ഡിവൈഎഫ്ഐ യൂണിറ്റ് സമ്മേളന തയ്യാറെടുപ്പുകൾക്കിടെ കുമ്പളങ്ങാട് വായനശാല പരിസരത്ത് വെച്ചാണ് RSS പ്രവർത്തകർ ബിജുവിനെ ആക്രമിച്ചത്. ബിജുവിൻ്റെ തലയിലും കയ്യിലുമാണ് വെട്ടേറ്റത്. തടയാൻ ശ്രമിച്ച CITU പ്രവർത്തകൻ ജിനീഷിനും വെട്ടേറ്റിരുന്നു. പരിക്കുപറ്റിയ ജിനീഷ് അടക്കം മൊത്തം 24 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. 82 രേഖകളും വാളുകൾ ഉൾപ്പെടെ 23 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. കുമ്പളങ്ങാട് മൂരായിൽ പരമേശ്വരൻ മകൻ ജയേഷ്, ഇരവുകുളങ്ങര ശങ്കരൻ നായർ മകൻ സുമേഷ്, കുറ്റിക്കാടൻ അന്തോണി മകൻ സെബാസ്റ്റ്യൻ, തൈക്കാടൻ ഔസേഫ് മകൻ ജോൺസൺ, കിഴക്കേക്കോട്ടിൽ കൃഷ്ണൻകുട്ടി നായർ മകൻ ബിജു എന്ന കുചേലൻ ബിജു, കരിമ്പനവളപ്പിൽ തങ്കപ്പൻ മകൻ സജീഷ് എന്ന സതീഷ്, കരിമ്പനവളപ്പിൽ വേലായുധൻ മകൻ സുനീഷ്, കരിമ്പനവളപ്പിൽ തങ്കപ്പൻ മകൻ സനീഷ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. 6ാം പ്രതി രവി വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. പിഴ സംഖ്യയിൽ നിന്ന് 2 ലക്ഷം രൂപ ഒന്നാം സാക്ഷിയായ ആക്രമണത്തിൽ പരിക്കേറ്റ ജിനീഷിന് നൽകാനും 5 ലക്ഷം രൂപ മരണപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് നൽകണമെന്നും വിധിയിൽ പറയുന്നു. അന്നത്തെ വടക്കാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറും ഇപ്പോഴത്തെ ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുമായ TS സിനോജാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KD ബാബു, അഡ്വക്കേറ്റ് ശരത് ബാബു കോട്ടയ്ക്കൽ, അഡ്വക്കേറ്റ് രേഷ്മ PV എന്നിവർ ഹാജരായി. കൈരളി ന്യൂസ്, തൃശൂർ.